അടുത്തതാണ് സ്ട്രക്ചറൽ എവിഡൻസ് ഫോർ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ നമുക്കറിയാം C6H12O6 ആണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് എത്തിയത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ മോളിക്യുലാർ ഫോർമുല C6H12O6 ആണ്. അപ്പോൾ നമുക്കറിയാം പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ ഒരു ജനറലായിട്ടൊരു ഫോർമുല നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ ബോയിൽ ചെയ്തു. ഓൺ ബോയിലിംഗ് വിത്ത് HI ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് അതിനെ ബോയിൽ ചെയ്തപ്പോൾ നമുക്ക് നോർമൽ ഹെക്സെയിൻ കിട്ടി. സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള നോർമൽ ഹെക്സെയിൻ കിട്ടി. അപ്പോൾ ഈ നോർമൽ ഹെക്സെയിൻ കിട്ടിയത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഗ്ലൂക്കോസ് ഹാസ് 6 കാർബൺ ആറ്റംസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അതിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണിത്. അതുപോലെ തന്നെ അടുത്തൊരു റിയാക്ഷനാണ് ഗ്ലൂക്കോസ് ഹൈഡ്രോക്സിൽ അമീനുമായിട്ടുള്ള റിയാക്ഷൻ. ഗ്ലൂക്കോസിൻ്റെ ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിം ഫോം ചെയ്യും. അതുപോലെ തന്നെ ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സയനോഹൈഡ്രിൻ ഫോം ചെയ്യും. കാർബണിയൽ ഗ്രൂപ്പിന് ടിപ്പിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഈ രണ്ടെണ്ണം. അതായത് ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ ടു ഫോം ഓക്സിം, അതുപോലെ തന്നെ ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സയനോഹൈഡ്രിൻ ഫോം ചെയ്യുക. ഈ രണ്ട് റിയാക്ഷൻസും ഇൻഡിക്കേറ്റ് ചെയ്യണത് ഗ്ലൂക്കോസിലൊരു കാർബണിയൽ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബ്രോമിൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, അതായത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഓക്സിഡേഷൻ നടന്നു, ഗ്ലൂക്കോണിക് ആസിഡ് ഫോം ചെയ്തു. അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആസിഡ് ഫോം ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിലുള്ള കാർബണിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് തന്നെയാണ്. ഇത് ശരിയാണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഗ്ലൂക്കോസിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസിനെ അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അസറ്റിക് അൻഹൈഡ്രൈഡായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്താണ്? പെൻറ്റാ അസറ്റേറ്റ് ഫോം ചെയ്തു. അതും സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള പെൻറ്റാ അസറ്റേറ്റ് ഫോം ചെയ്തത് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഈ ഗ്ലൂക്കോസിലുള്ള OH ഗ്രൂപ്പുകളൊക്കെ ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസിലാണ് എന്നാണ്. അതായത് അസറ്റിക് അൻഹൈഡ്രൈഡ് ഫോം ചെയ്യുമ്പോൾ അൻഹൈഡ്രൈഡ് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് അസറ്റിക് അൻഹൈഡ്രൈഡ് ഫോം ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് അൻഹൈഡ്രൈഡ് ഫോം ചെയ്യുക. അപ്പോൾ ഈ അൻഹൈഡ്രൈഡ് ഫോം ചെയ്യണത് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഗ്ലൂക്കോസിലുള്ള പോളിഹൈഡ്രോക്സി ആണല്ലോ. അപ്പോൾ ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസിലാണ് എന്നതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഇനി അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുമ്പോൾ സക്കാരിക് ആസിഡ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോണിക് ആസിഡിൻ്റെയും ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് ഫോം ചെയ്യണത്? സക്കാരിക് ആസിഡാണ് ഫോം ചെയ്യണത്. അപ്പോൾ ഇതിൽ ഈ രണ്ട് റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താണ്? ഇതിലുള്ള ആൽക്കഹോളിക് ഗ്രൂപ്പ്, ഇതിലുള്ള ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ എവിഡൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം.